ഞങ്ങളുടെ ദൗത്യം കഴിഞ്ഞിരിക്കണേ. ടാറ്റ പറയൂ പോലീസേ. ടാറ്റ ബൈ ബൈ. ടാറ്റ ബൈ ബൈ ബൈ. ഇത്രയും പണിയെടുത്ത് ഹലോ പറയടി മനസ്സിലായിക്ക. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ പറയാതിരുന്നു. പറ എന്താ പറയാ. നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിറങ്ങാണ് ഫാത്തിമ. അവളുടെ സ്കൂളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെയും ചെയ്യണം പറഞ്ഞു. അപ്പൊ ഇമ്മയായ ഞാൻ പറഞ്ഞു അത് നല്ലൊരു കാര്യമാണ്, നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. എന്താണെന്നല്ലേ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പൊ എല്ലാവർക്കും അറിയും. അപ്പൊ തുടങ്ങല്ലേ പോലീസേ. വയോ വയോ വാടി. നമ്മൾ പറഞ്ഞ കാര്യം ചെയ്യാൻ നമുക്ക് പാത്രങ്ങൾ വേണം. വേണ്ടാത്ത പാത്രങ്ങൾ കുറച്ചിവിടെ ഇട്ട് വെച്ച് നോക്ക് പൊന്നിസ. പാമ്പ് എന്തെങ്കിലും ഉണ്ടാവണ്ട. കുറച്ചിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഫൈക്കുട്ടൻ ചെയ്തതാണ്. അതിവിടെ വെക്ക്. അതെടുക്ക്. കളയല്ലേ അതെടുക്ക്. ആ കറുപ്പ് പാത്രം എടുക്ക്. ആ പൊന്നൂസ് വേറൊരു പാത്രം എടുത്തുട്ടോ. മറ്റേ പാത്രം ചെടിച്ചട്ടിയാണ്. അപ്പൊ അതിൽ ഓട്ടയുണ്ട്. അപ്പൊ വെള്ളം പോവും. അപ്പൊ അത് നടക്കില്ല. ഇത് ആക്കിയാലോ പൊന്നൂസ് അല്ലേ? അപ്പൊ പൊന്നൂസ് ഇത് ഐഡിയ ഒക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടാ. എവിടെയാണ് എന്താ ചെയ്യാന്നുള്ള ഐഡിയ ഒക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അല്ല പൊന്നൂസേ, ഇത് ഓട്ടയാക്കണ്ടേ? കയറ് കെട്ടാന് തൂക്കാന് എങ്ങനെ തൂക്കി വെക്കും? എന്താ ഐഡിയ കിട്ടിയിട്ടുണ്ടേ? കുട്ടിക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ട്. അവിടെ ചെടിച്ചട്ടികൾ വാങ്ങുമ്പോ മറ്റേ കയറാ. ശരി, എന്നാ അതെടുക്കാം. വരൂ വരൂ. അതവിടെ ഉണ്ട്. അപ്പൊ പൊന്നൂസിതാ കയറ് തൂക്കാനുള്ള ഐഡിയയുമായിട്ട് പോകുന്നു. പിന്നെ നമ്മൾ ചെയ്തിട്ടേ ഇരിക്കുള്ളൂ പൊന്നൂസേ. വാവ്, അതിൽ സെറ്റാവോ നോക്ക്. ഉണ്ട്, സെറ്റാവും. വാവ്, സെറ്റ്. എന്റെ ഫൈക്കുട്ടൻ നേരത്തെ റെഡി ആക്കിയിട്ടുണ്ട്. ഫൈക്കുട്ടെ ഓ കംഫർട്ടബിൾ ആയോ? പൊട്ടിക്കല്ലേ. ആകെ ഒരു പാത്രം കിട്ടിയാണ് തെരഞ്ഞിട്ട്. ഇവിടെ തകർത്ത് വണ്ടി കഴുകണം കേട്ടോ. ഞങ്ങള് വേറെ പണി അത് സെറ്റ് ചെയ്യട്ടെ. എന്നിട്ട് ഓടണ്ട, പതുക്കെ വന്നാ മതി. അടുത്ത കാര്യമൊക്കെ നമ്മുടെ മരത്തിന്റെ മേലെയാണ്. അംഗം മരത്തിലാണ്. ബ്ലാക്കിങ് വരുന്നു. ബാ, എവിടെ തൂക്കാൻ പോണ്? എനിക്കൊരു സംശയം. ഈ മരമാണോ ആ മരമാണോ? ഈ മരമാണോ? ഇതില് മതി. ഇതില് രാവിലെ നേരമൊക്കെ വൈകുന്നേരത്തൊക്കെ ഒരുപാട് കിളികൾ വരും. ഇവിടെ രാവിലെ ആയ കിളികളുടെ ഒരു മേളം തന്നെ ആയിട്ടുണ്ടോ. അതാ ഫൈക്കൂടെ മരത്തിൽ കയറിയതാ. എവിടെ തൂക്കണ്? ഈ രണ്ട് മരത്തിലാണ് ഓവർ കിളികൾ വരിക. അവിടെ ആകുമ്പോ തണലില്ല, ഇവിടെ തണലുണ്ട്. നമുക്ക് ഇവിടെ തൂക്കാം. ഇവനൊരുത്തൻ പിന്നാലെ നടന്നിട്ട് മാറി എന്റെ ഭാഷ മനസ്സിലാവുണ്ട്. ഇവര് തിന്നുമ്പോഴൊക്കെ ബിസ്ക്കറ്റും ബ്രെഡും ഒക്കെ കൊടുത്ത് എന്താ ഇവരുടെ കൂടെ തന്നെ ഈ നായി. ഇങ്ങനെ മരത്തിൽ കയറിയാലൊക്കെ ചെരകും. എവിടെ തൂക്ക്? വേഗം തൂക്ക്. എടുക്ക്. അയ്യോ, ഇതാര് വലിച്ചെറിഞ്ഞു? ഞാൻ വലിച്ചെറിഞ്ഞിട്ടൊന്നുമില്ല പൊന്നൂസേ. അതൊക്കെ നമ്മുടെ ഫൈക്കുട്ടായിരുന്നു. തൂക്ക്. വീഴാതെ. ഞാൻ തൂക്കി തരണാ? അയ്യോ, ഇറക്കണുമ്പ വീഴോ? മാറുമോ? വേണ്ട, കൈ പിടിച്ചാൽ വേണ്ട. ഞാൻ ഇറങ്ങിക്കോളാം, നീ മാറി. ഓടി ഇറങ്ങട്ടെ. മാറി, നിങ്ങൾ വഴിന്ന് മാറി. പേടിയോളൂ. ഇപ്പൊ വീണെന്നെ. അങ്ങനെ ഗൈസ് ഉമ്മ തൂക്കിയിട്ടുണ്ട്. സെറ്റല്ലേ? പോരെ? സെറ്റ്. ഇനി എന്തെങ്കിലും പാത്രം വേണം കുഞ്ഞാ. എന്തിനാ? ഉമ്മ തൂക്കി കഴിഞ്ഞു. സെറ്റായില്ലേ?
പോരെ. ഇനി ചെറിയ ചെറിയ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ ദാ അവിടെയൊക്കെ കൊണ്ടുവച്ച് പാത്രത്തിൽ ഒഴിച്ചു വെച്ചാൽ അതുണ്ടായി. പക്ഷെ ഓട്ടല്ലാത്ത പാത്രങ്ങൾ വേണം. ഒരു മിനിറ്റ്. നമുക്കില്ല ഈ മരത്തിൽ പാത്രം പോരാ. അതാ കണ്ടാ ആ മരത്തില് വെക്കാനില്ലേ, അതിന് മാത്രം പാത്രമില്ല മോനെ അവിടെ കൊണ്ട് തൂക്കാന്. തണുപ്പ് കേടി കിടക്കാൻ പോണു. ആ മരത്തിൽ കൊണ്ട് വെക്കണം. പക്ഷെ ഇതുപോലെ തൂക്കാൻ പറ്റിയ പാത്രങ്ങൾ ഉണ്ടാക്കണം. നല്ല ചില്ലകളൊക്കെ ഉള്ള മരമാണ് അവിടെ. അവിടെ പാടായോണ്ട് കൊറേ കിളികൾ വരും. പക്ഷെ പാത്രം വേണ്ടേ? തൽക്കാലം ഇവിടെ മതി. ഇവിടെ തൂക്കി ഇവിടെ നമുക്ക് വേഗം വന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടാ. അമ്മ വെള്ളം എടുത്തിട്ട് വരാ. ഇവിടെ നിന്നോളി. അപ്പോൾ സ്ഥലമൊക്കെ കണ്ടെത്തി ഞങ്ങള് മറ്റേ ചെടിച്ചട്ടിയൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം എടുക്കണത് നിങ്ങൾ വരുന്നുണ്ടോ? ഓ ഇപ്പൊ തന്നെ എന്തൊരു വെയില. അപ്പോൾ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കണം. വെള്ളം എടുക്കാൻ പോണ്. അമ്മ വെള്ളം എടുക്കാൻ പോയിട്ട് വന്നാണ്. വെള്ളം കിട്ടിയാ? അപ്പോൾ അവർക്ക് വെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുക്കട്ടെ കേട്ടോ. സഹായം. വെള്ളം തൂക്കിയിട്ട് ഈ തൊടി കൂടെ ഒക്കെ പോയി വല്ലവിടെ വീണാലേ കയ്യോ കാലോ കേട് വന്നാൽ ശരിയാവൂല. ഓ എന്തൊരു വെയില. ഷോ എന്തൊരു വെയിലാ കണ്ടോ. നമുക്ക് വെള്ളം താഴ്ചാൽ നമുക്ക് വേഗം എടുത്ത് കുടിക്കാം. പക്ഷെ കിളികൾക്ക് അങ്ങനെയല്ലല്ലോ. പാടത്തും എവിടെയും വെള്ളമല്ല, ഒക്കെ വറ്റി വരണ്ടി നിൽക്കണം കേട്ടോ. നമ്മളെ കൊണ്ടാവുന്നൊരു സഹായം. ഇപ്പാൻ്റെ വണ്ടി കഴുകൽ കഴിഞ്ഞിട്ടില്ല ഗൈസ്. അപ്പൊ എവിടെ നമുക്ക് അവിടെ എടുത്തിട്ട് വരാം. അയ്യോ നായി കിടക്കുമ്പോൾ നീ അതിൻ്റെ ഉള്ളിൽ പോയി കിടക്കാൻ പറ്റും? മുള്ളുത്തില്ലേ? അവൻ നായല്ലേ. നമ്മളെന്താ ചെയ്യണെന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പോയി കിടക്കുക. ആള് നല്ല തണുപ്പുണ്ടാവും. ഗൈസ് നമ്മൾ ഇവിടെ പണിയെടുക്കുമ്പോ ഒന്നും അറിയാത്തൊരു പാവം കുട്ടി കണ്ട അവിടെ നല്ല സുഖമാണ്. എന്താ വെച്ചാ അവിടെ കൊറേ മരങ്ങളുള്ളതുകൊണ്ട് അതിന്റെ അടിയിലാണ് അവൻ പോയി കിടക്കുന്നത്. മരല്ല പരിവ പോലെ നിക്കുന്നുണ്ട്. പരിവല്ലേ ഇതൊരു ഇത് ഈ നിക്കണ ഒരു മരം ഒരു മറ്റേ അയ്യോ അയ്യോ അവിടെ എന്തോ സംഭവിക്കുന്നു. അതാ ആക്സിഡന്റ് ആയോ? പതുക്കെ വാ. സ്റ്റാൻഡില്ലേ? പൊട്ടിപ്പോയി പതുക്കെ. സൈക്കിളിലാണ് ഇപ്പൊ ഫൈക്കുട്ടൻ യാത്ര. അവനെ ഓടി ഓടി മതിയായി. അതോ കുഴപ്പമില്ല കുഴപ്പമില്ല. അയ്യോ സ്റ്റാൻഡ് വീട് വീട് വീട്. അങ്ങനെ ഞങ്ങൾക്ക് വയ്യ. ഫൈമ അവസാനം നടന്ന് വയ്യായിട്ട് സൈക്കിൾ എടുത്തിട്ടാ കപ്പെടുക്കാൻ വേണ്ടി പോയിക്കാണ്. കുഴഞ്ഞോ? പൊന്നിസ ദാണ്ട മരം അവിടെ തൂക്കിയ സൂപ്പർ ആട്ടോ. കണ്ട പാടത്ത് കിളികൾക്കൊക്കെ. അപ്പൊ ഞങ്ങൾ യോസ് അല്ല ഇത്ര നേരം നമ്മൾ കഷ്ടപ്പെട്ടത് എന്തിനായിരുന്നു? ഇതിനായിരുന്നു. ഇതാണ് നമ്മൾ ചെയ്യാൻ പോയത്. എന്തത് സംഭവം? യെസ് കിളികൾക്ക് വെള്ളം. കിളികളുണ്ട്, കൊറേ അണ്ണാനുണ്ട് ഇവിടെ. പാവം അവർക്ക് എങ്ങോട്ട് പോണ്? അങ്ങോട്ട് വാ. കിളികളും അണ്ണാനും പക്ഷെ സൂപ്പറാണ്. വേണ്ട വേണ്ട അടി വാങ്ങുന്നു. ഇവിടെ വന്നോ? ഉദ്ഘാടനം ചെയ്യിക്കാൻ പോകുന്ന ഫാത്തിമയാണ്. ഓ ശരി ഫാത്തിമ ഒഴിക്കൂ. വൈകുന്നേരം നോക്കി ഇതൊന്ന് വന്ന് കുടിക്കണ്ടാവും കേട്ടോ. കിളികള് ശ്രദ്ധിച്ച് നോക്കണേ. അപ്പൊ നമുക്ക് വന്ന് വീഡിയോ എടുക്കാം. രാവിലെ 5:30 എഴുന്നേക്കണം. രാവിലെ ഇല്ല, വൈകുന്നേരം അവര് വരും. ഒരു ഗ്ലാസ് ഒന്നും കൊണ്ടിരുന്ന മതി മുന്ന മതി. ഇനി കഴിയ നിറച്ചാ മതി. എടുക്കണ്ടടാ. ഇനി കിളികളെ കുടിക്കും കേട്ടോ. അപ്പൊ നല്ലൊരു കാര്യമാണ് നമ്മുടെ ഫാത്തിമ കുട്ടി ചെയ്തിരിക്കുന്നത്. സ്കൂൾ വെക്കേഷനിലെ ആദ്യത്തെ ദിവസം ഫാത്തിമ കുട്ടി നല്ലൊരു കാര്യം ചെയ്തിരിക്കുന്നു. നാളെ എന്താ ചെയ്യുന്നു? അപ്പൊ ഇന്നത്തെ ദിവസം നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഓ ഓക്കേ.
അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി തിരിച്ചത് ഈ പണി ചെയ്യാനാണ് കേട്ടോ. നമ്മുടെ സ്കൂൾ വെക്കേഷൻ ഫസ്റ്റ് ഡേ പൊന്നൂസ് വീഡിയോയിൽ കാണുമ്പോ എന്റെ തലന്റെ മുകളിലാണ് ആ ചട്ടി കാണുന്നത്. വായോ നീ വായോ, നീ ഇങ്ങനെ സൈക്കിളും കൊണ്ട് നടന്നാലോ. അപ്പോൾ പൊന്നൂസും ഫൈക്കുട്ടനും കൂടെ വെക്കേഷന്റെ ഫസ്റ്റ് ദിവസം നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ പരിസരത്ത് വരുന്ന കിളികൾക്കൊക്കെ ഇനി വെള്ളമില്ലാണ്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അവര് ധാരാളം പറഞ്ഞു മുഴുവനാക്കട്ടെ പായ്മോ. കാണിക്കോ. അപ്പൊ എന്തമ്മ പറഞ്ഞു നിർത്തി? അപ്പൊ നമ്മുടെ പരിസരത്ത് വരുന്ന കിളികൾക്ക് ഇനി വെള്ളമില്ലാതെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അവർക്ക് ധാരാളം വെള്ളം ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് കുടിക്കുക. ഇത് ഇന്ന് വെച്ചാ പോരട്ടാ, നാളെ ഡെയിലി ഒഴിക്കണേ. വെള്ളം കഴിഞ്ഞ ഒഴിക്കണേ. സമയം അങ്ങനെയില്ല, ഇടയ്ക്ക് വന്ന് നോക്കണം, എന്നിട്ട് വെള്ളം കഴിഞ്ഞാൽ ഒഴിക്കണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോ ഇതാ കാണുന്ന ഇവിടെ പിന്നെന്താ അവിടെയൊക്കെ ഒരു പാത്രങ്ങളിലും കൂടെ ഒഴിച്ചു വെക്കണം. കണ്ടോ അവിടെ നല്ല വരണ്ട പോലെ കിടക്കുന്നത് കേട്ടോ. പാടാണ്. പാടൊക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞപ്പോൾ എവിടെയും വെള്ളമൊന്നുമില്ല. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ പാത്രങ്ങൾ ചിരട്ടയിൽ വെച്ച തട്ടിപ്പോവും. പാത്രം വേണം. അതിന് ഞങ്ങൾ പാത്രം തിരഞ്ഞുണ്ടാക്കണം. അതെന്താ സംഭവം പറയട്ടെ, മിനിഞ്ഞാന്ന് പ്ലാസ്റ്റിക്കുകാരൻ വന്നപ്പോൾ എല്ലാം പെറുക്കി ഉമ്മ കൊടുത്തു. അതുകൊണ്ടാണ് ഒരു പാത്രമില്ല. ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യാൻ വെച്ച ഗ്ലാസ് കുപ്പി വരെ ഉമ്മ എടുത്ത് കൊടുത്തു. നമുക്ക് ആകെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അതിൽ ഇങ്ങനെ കച്ചറിയും കൂടെ വെച്ചാൽ നടക്കണില്ല. അതുകൊണ്ടാണ് ആള് വന്നപ്പോൾ എല്ലാം അങ്ങോട്ട് പെറുക്കി കൊടുത്തത്. അപ്പൊ ഇതേപോലത്തെ വീഡിയോ വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഫാത്തിമ കുട്ടിക്ക് ഒരു ചട്ടി കിട്ടിയിട്ടുണ്ട്. വെള്ളം കൊണ്ടൊഴിച്ചു വെക്കാൻ പൊന്നിച്ച് അതിലൊഴിക്കും. പോട്ടെ, എനിക്ക് ഇനിയും കുടം വാങ്ങാലോ. പൊട്ടിയിട്ടുണ്ട്, സൈഡ് പൊട്ടിയിട്ടുണ്ട്. ആ പാത്രമൊക്കെ നമ്മ കൊടുത്തതുകൊണ്ട് പാത്രമില്ല, അതുകൊണ്ടാ. നേരെ വെക്കേ. ഓ വെയിൽ കണ്ടോ ഗൈസ്, എന്താത് ചൂട് താങ്ങുന്നില്ല. ഇതില് ഒഴിക്കാൻ പോവാണ്. ഇത് പിടിക്കാനുള്ള സുഖമുണ്ട്, തണുപ്പ്. അപ്പോൾ ഞങ്ങൾ അടുത്തതായി വെള്ളവുമായിട്ട് പോവുകയാണ് ഗൈസ്. അതാണ് നമ്മുടെ വീട്. കണ്ടോ ഞങ്ങളുടെ ബാക്കിലെ പാടങ്ങളൊക്കെ വരണ്ട് കിടക്കണം. വെള്ളമൊന്നും എവിടെ ഇല്ല. നോക്ക് അവിടെ എനിക്ക് തോന്നുമ്പോ മലമ്പുഴയിലൊക്കെ പോകുമ്പോ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ പുരുഷേ. ഈ വഴിക്ക് ഞങ്ങൾ കൊറേ പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ട് നോക്കിയിട്ടേ ഇല്ല. ഇങ്ങോട്ട് പോയിട്ടില്ല. ഇവിടെ നല്ല കാടായിരുന്നു മഴ സമയത്തൊക്കെ. ഇപ്പൊ കാടില്ല, നല്ല രസമുണ്ട്. അവിടെ മലമ്പുഴയിൽ പോകുമ്പോ ഒരു കവേന്റെ ഉള്ളിലേക്ക് പോവില്ലേ? എവിടേക്ക് പോണു? മതി, നമുക്ക് ആ മരത്തിന്റെ താഴത്ത് വെച്ചു കൊടുക്കാം. ആ മരത്തിന്റെ താഴത്ത് വെച്ചു. അവിടെ വേണ്ട, മരം ഇങ്ങനെ മുട്ടി നിൽക്കണ. അതിന്റെ താഴെ വെച്ചോ. ഡാടാ അങ്ങോട്ടൊന്നും ഒരുപാട് പോലെ പാമ്പുണ്ടോ? അതവിടെ വെക്കി. അവിടെ വെച്ചാ മതി കേട്ടോ. നല്ല രസമുണ്ട്, സൂപ്പറായിട്ടുണ്ട്. വെച്ചോട്ടോ. തട്ടിയിടോ. ഇവിടെ എന്താ വെച്ചാല് മാട്, ചെമ്മരിയാട്, അങ്ങനെ കൊറേ ഇല്ല തള്ളി. നമുക്ക് ഇടയ്ക്ക് നോക്കാം, വേനൽക്കാലം കഴിയണവരെ നോക്കാം. ഇനി എവിടേക്കാ? അതിന്റെ ഇടയ്ക്ക് വെച്ച് കാണൂല, കിളികൾക്ക് കാണൂല. അതിങ്ങോട്ട്. അപ്പൊ നാളെ ഇനി എന്ത് സൽക്കർമ്മ ചെയ്യാൻ പോണു ഫാത്തിമ കുട്ടി? നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. അപ്പൊ അവള് ചെയ്യാൻ പോവുകയാണ് സൽക്കർമ്മങ്ങള്. എന്റെ കുട്ടിക്ക് സൽക്കർമ്മം ചെയ്യാൻ മുട്ടിട്ട് വീഴണ്ടോ. എന്നാലും നല്ല രസമാട്ടോ. ഞങ്ങൾ രാവിലെ അടിച്ച് നല്ല പോലെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇല്ല പോനീസേ, നല്ല രസമുണ്ടായിരുന്നില്ലേ? വെറുതെ ടിവിയും ഫോണും കണ്ടിട്ടേ അവരിയ്ക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരോട് പറയുമ്പോൾ അവരത് ചെയ്യും. നമ്മൾ ചെറിയ സപ്പോർട്ടും കൊടുത്താൽ അവരിങ്ങനെ ചെയ്തുകൊണ്ടേ പോകും. അപ്പോൾ മാക്സിമം കുട്ടികളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതാക്കുക. ടി വി ഫോണും കണ്ട് വെറുതെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതിനേക്കാളും ഇങ്ങനെ പരിസരത്തൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറയാം. അപ്പോൾ അവർക്കും ഒരു ചേഞ്ച് ആവും, നമുക്കും ഒരു ചേഞ്ച് ആവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, വീഡിയോസിന് ഒരു ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, വീഡിയോ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബൈ.